നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ട്രെയിനിനുള്ളിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായ വാർത്തയുടെ ഞെട്ടൽ മാറും മുമ്പേ തലസ്ഥാനത്തും ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം. കാട്ടാക്കട KSRTC ഡിപ്പോയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ് പന്നിയോട് സ്വദേശി ബ്രൂസ്ലി ഷിബു എന്ന് പറയുന്ന വ്യക്തി ഉപദ്രവിച്ചിരിക്കുന്നത്. സ്ഥിരമായി സ്റ്റാൻഡ് പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ അതിക്രമത്തിന് ഇരയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റാൻഡ് ഓഫീസിന് മുന്നിലെ ബെഞ്ചിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇവർ. പുലർച്ചെ എത്തിയ പ്രതി ഇവരുടെ അടുത്ത് വന്നിരിക്കുകയും തുടർന്ന് ലൈംഗികമായി ഉപദ്രവിക്കുകയുമായിരുന്നു. സ്റ്റാൻഡിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതിയെ അവിടെ നിന്നും ഓടിച്ചുവിട്ടു. പിന്നീട് സംശയം തോന്നി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പന്നിയോട് സ്വദേശിയായ പ്രതി ഷിബുവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതുവരെയും പ്രതിയെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അതിക്രമത്തിനിരയായ സ്ത്രീ മാനസികാസ്വാസ്ഥ്യമുള്ള ആളായതുകൊണ്ട് തന്നെ സംഭവത്തിന് ശേഷം അവർ എങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നുള്ളതും അറിയില്ല. സാധാരണ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അവർ രാത്രികാലങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ് അവിടെയാണ് കിടന്നുറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് അവരവിടെ ആ ഭാഗത്തൊന്നും തന്നെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്കായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ വിശദമായ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഈ ഇരയായ സ്ത്രീ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അലഞ്ഞു തിരിയുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി കാട്ടാക്കട ബസ് സ്റ്റാൻഡിലാണ് ഇവർ കിടന്നത്. താൻ ഇവിടെ ബെഞ്ചിൽ കിടക്കുകയാണെന്നും ആരും അടുത്ത് വരരുതെന്നും ഇവർ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. പിന്നീടാണ് യുവതിയെ കാണാതായത്. ജീവനക്കാർ CCTV പരിശോധിച്ചപ്പോഴാണ് ലൈംഗിക അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. സ്ത്രീയുടെ അടുത്ത് പ്രതി പതുക്കെ ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ച് എത്തുന്നതും ആ ബെഞ്ചിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ അടുത്തേക്ക് എത്തി അതിനുശേഷം അവരോട് ലൈംഗിക അതിക്രമം നടത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. KSRTC ഡിപ്പോ അധികൃതരുടെ പരാതിയിലാണ് കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. യുവതിയെയും പ്രതിയെയും കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ഏതായാലും വളരെ നടുക്കുന്ന സംഭവമാണ്. കാരണം മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു യുവതിയെ പോലും ഇത്തരത്തിൽ ഒരു തെരുവിൽ കാണുമ്പോൾ ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇയാൾ ഒരു അവസരം കിട്ടിയാൽ മറ്റ് പീഡന കേസുകളിൽ പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഈ പ്രതി ഇയാളുടെ പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അടക്കം ഇനി പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് പ്രതി എവിടെയാണ് എന്നുള്ളതും വ്യക്തമല്ല. പ്രതിക്കായിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല യുവതിയെയും അന്വേഷിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം KSRTC ബസ്സുകളടക്കം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ യുവതികൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും അവർ അവിടെ വെച്ച് തന്നെ തുറന്നടിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാത്രി ഒന്നും തന്നെ യാത്ര ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ അത്ര പ്രാവർത്തികമല്ലാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ സുരക്ഷിതമാണ് എന്ന് കരുതുന്ന ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ വെച്ച് തന്നെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഒരു അത്യാവശ്യ യാത്രയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ രാത്രികാലങ്ങളിൽ ചെയ്യാൻ ആരും ഒന്ന് ഭയക്കുന്ന അവസ്ഥയാണ്. എന്നാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഇല്ലാതാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നം മാത്രമാണ്. കാരണം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു യുവതിയൊക്കെ തന്നെ ഒറ്റയ്ക്ക് ഒരിടത്ത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് പരിസരത്തോ അല്ലെങ്കിൽ ഒരു വഴിയിലോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചാളുകൾ അവരെ ഒരു ലൈംഗിക കണ്ണുകളോടുകൂടി കാണുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരൊരു പക്ഷേ പകൽ മാന്യന്മാരായിരിക്കും, രാത്രിയാകുമ്പോഴായിരിക്കും ഇവരുടെയൊക്കെ തന്നെ സ്വരൂപം പുറത്ത് വരുന്നത്. ഏതായാലും ഈ പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെ പോലീസ് എടുക്കണം. കാരണം തെളിവുകൾ കൃത്യമായ CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. ഇന്നും പാലരുവി എക്സ്പ്രസ്സിൽ വെച്ചിട്ടും അപ്പൂപ്പനപ്പം ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതും കൊടും ക്രിമിനലെ അറസ്റ്റ് ചെയ്തതും ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. എന്നാൽ കുഞ്ഞിനെ രക്ഷിക്കാനും പ്രതി പിടിയിലാകാനും കാരണം യാത്രക്കാരിയായ VS വീണയുടെ സംയോജിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. കുഞ്ഞിന് നേരെ നടന്ന ലൈംഗിക അതിക്രമവും പ്രതിയുടെ ചിത്രവും കൊട്ടാരക്കര സ്വദേശിനിയായ വീണ മൊബൈലിൽ പകർത്തുകയും റെയിൽവേ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. പ്രതി കൊല്ലം സ്വദേശി സാനിഷിനെ പുനലൂർ റെയിൽവേ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തിരുനെൽവേലിക്ക് പോകാനാണ് അമ്മയ്ക്കൊപ്പം പാലരുവി എക്സ്പ്രസ്സിൽ കയറിയതെന്ന് വീണ പറഞ്ഞു.
പ്രതിയുടെ നേരെ എതിർവശത്തുള്ള സീറ്റാണ് ലഭിച്ചത്. ആ സമയം എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഇതിനിടെ 2-3 തവണ ഇയാൾ കാലിൽ ഉരസാൻ ശ്രമിച്ചു. ദേഷ്യത്തോടെ എന്ത് വേണമെന്ന് ചോദിച്ചതോടെ അയാൾ അടങ്ങി. ഇതോടെ എൻ്റെ ഉറക്കം പോയി. അല്പം കഴിഞ്ഞ് അയാൾ ഒരു കുട്ടിയെ ബെഡ്ഷീറ്റോടെ എടുത്തു കൊണ്ടുവരുന്നത് കണ്ടു. ഒരച്ഛൻ ലാളിക്കുന്നത് പോലെയാണ് അയാൾ ആദ്യം കുട്ടിയെ ലാളിച്ചത്. പന്തികേട് തോന്നിയതോടെ റീൽസ് കാണുന്നത് പോലെ നടിച്ച് വീഡിയോ മൊബൈലിൽ പകർത്തി. അതിനിടെ അടുത്തിരുന്ന യാത്രക്കാരനോട് ഇത് അയാളുടെ കുട്ടിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അയാൾ ഒറ്റയ്ക്കാണ് കയറിയതെന്നും കുട്ടിയും കുടുംബവും നേരത്തെ ട്രെയിനിൽ ഉണ്ടായിരുന്നുവെന്നും സഹയാത്രികൻ പറഞ്ഞു. അതിനിടെ കുട്ടിയോടുള്ള അയാളുടെ പെരുമാറ്റം അതിരുവിടാൻ തുടങ്ങി. ചെറിയ ഷോർട്ട്സും ബനിയനുമാണ് ആ കുട്ടി ധരിച്ചിരുന്നത്. ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ കുട്ടിയെ അയാൾ ശരീരത്തോട് ചേർത്ത് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് അയാളുടെ കൈ നീണ്ടു. ഇതോടെയാണ് വീണ ബഹളം വെച്ച് ആളെ കൂട്ടി കുഞ്ഞിൻ്റെ വീട്ടുകാരും ശബ്ദം കേട്ട് ഓടിയെത്തി. അതിനിടെ താൻ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തൻ്റെ കയ്യിൽ മുഴുവൻ ദൃശ്യവും ഉണ്ടെന്നും പറയുന്നതും പ്രതിയുടെ മുഖത്തേക്ക് വീണ ആഞ്ഞടിക്കുന്നതും ഒരുമിച്ചായിരുന്നു. തുടർന്ന് സഹയാത്രികരുടെ സഹായത്തോടെ വീണ റെയിൽവേ പോലീസിനെ വിളിക്കുകയും പ്രതിയെ കൈമാറുകയുമായിരുന്നു. വളരെ നടുക്കം രേഖപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണിത്. കാരണം കൊച്ചുകുട്ടി സ്വന്തം അമ്മയോടൊപ്പം തന്നെ യാത്ര ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നാണ് ഇത്തരത്തിൽ ഇയാൾ യാതൊരു ഭയവുമില്ലാതെ ഈ പറയുന്ന പരാതി ഇപ്പോൾ അതിനെ വളരെ സംയോജിതമായി ഇടപെട്ട വീണയുടെ അടുത്തും ഇത്തരത്തിൽ ഇയാൾ ആദ്യം മോശമായി പെരുമാറാൻ ശ്രമിച്ചു. പിന്നീടാണ് അയാൾ കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിടാതെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഈ പ്രതിക്കും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം. കാരണം ഇത്തരത്തിലുള്ള ആളുകളാണ് നാളെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന കൊടും ക്രിമിനലുകളായിട്ട് മാറുന്നത്. ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിച്ചാൽ മാത്രം, ജാമ്യം ലഭിക്കാതെ അകത്ത് കിടക്കുക തന്നെ ചെയ്യണം. കാരണം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും ഇത് തന്നെയാണ് സ്ഥിതി. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും ഇവർക്കൊക്കെ നൽകേണ്ടിയിരിക്കുന്നു.